മോർണിംഗ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ജ്യോതിസ്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷെയർ ചെയ്യാൻ നോർത്തു. കാരണം ഞാനിപ്പോൾ കുറേ നാളായിട്ട് ജോലി അന്വേഷിക്കുന്ന ഒരാളാണ്. സോ ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടൊരു ടെൻഷനായിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ പുറത്ത് പോകാൻ പേടി, കാരണം ആൾക്കാർ ചോദിക്കുമല്ലോ ഇപ്പോൾ എന്തെടുക്കാം. അതുപോലെ തന്നെ ഭക്ഷണം വരെ കഴിക്കില്ല, ഫ്രണ്ട്സിന് ഫോൺ ചെയ്യാൻ ഇഷ്ടമല്ല. സോ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പയ്യെ എൻ്റെ വീട്ടുകാർക്കും ടെൻഷനാകാൻ തുടങ്ങി. അപ്പോഴാണ് ഐ സ്റ്റാർട്ടഡ് ടു ഡു സർട്ടൻ തിങ്സ് ടു സ്റ്റേ പോസിറ്റീവ് ത്രൂ ഔട്ട് മൈ ജോബ് സെർച്ച്. ദിസ് വീഡിയോ is all about that. ഒരു സമയത്ത് എനിക്ക് ഫേസ് വാഷ് ചെയ്യാൻ പോലും എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എണീറ്റ ഉടനെ തന്നെ ഞാൻ എൻ്റെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യും. ഇന്നെനിക്ക് പുറത്ത് പോകേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ന് സൺസ്ക്രീമൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കിച്ചണിൽ ചെയ്യാൻ അറിയാവുന്ന ഒരു പണി പ്ലേറ്റ്സ് കഴുകുന്ന കേട്ടോ. എനിക്ക് കുക്കിംഗ് ചെയ്യാൻ അത്ര അറിയില്ല. പിന്നെ വീട്ടിലായിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യണമല്ലോ. എൻ്റെ ഒരു ദിവസത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമയമാണിത്. വേറെ ഒന്നുമല്ല, ഓൺലൈൻ സൈറ്റിലൊക്കെ കയറി ജോബ് ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യുന്നത്. സോ ഞാൻ ഒരു ദിവസത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 10 to 15 ആണ്. പക്ഷെ അത് അത്ര 15 വരേക്കൊന്നും പോകാറില്ല. സമയം ഞാൻ അമ്മയുടെ കൂടെ ആട്ടോ സ്പെൻഡ് ചെയ്യുന്നത്. ഷീ ലവ്സ് ഗാർഡനിങ്. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, പക്ഷെ ഞാൻ വെറുതെ അമ്മയെ ശല്യപ്പെടുത്താൻ ഞാനും ഇറങ്ങും. ഇവിടെ ഒരുപാട് വീടുണ്ട്, അപ്പോൾ ആൾക്കാർ നടക്കാനൊക്കെ ഇറങ്ങും. ഇപ്പോൾ പണ്ടത്തെ പോലെ എനിക്ക് മടിയൊന്നുമില്ല സംസാരിക്കാൻ, അതുകൊണ്ട് കുറച്ച് നേരം അവരുടെ അടുത്ത് സംസാരിക്കാറുണ്ട്. പുതിയതായിട്ട് തുടങ്ങിയ ഒരു ഹോബിയാണ്. സോ എനിക്ക് വായനാശീലം പണ്ട് തൊട്ടേ ഇല്ല. ബുക്ക് വായിച്ച് തുടങ്ങുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. മെയിൻലി എനിക്ക് എൻ്റെ ഫോണിൻ്റെ ഉപയോഗം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആദ്യമൊന്നും എന്നെക്കൊണ്ട് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ഡെയിലി ഒരു 4 പേജെങ്കിലും വായിക്കാൻ തുടങ്ങി. റീഡിങ് മാത്രമല്ല കേട്ടോ, ഞാനിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ശീലമാണ് യൂട്യൂബിൽ ട്യൂട്ടോറിയൽസൊക്കെ കാണുന്നത്, എഡിറ്റിങ്ങിൻ്റെയും വീഡിയോഗ്രാഫിയുടെയൊക്കെ.
അങ്ങനെയാണ് ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. നമുക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് കുറേ സമയം നമുക്കുണ്ടാവും. ആ സമയത്ത് ചുമ്മാണ്ട് ടെൻഷൻ അടിക്കാതെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ.